അപ്പോൾ അൻഷിത് ബിസിനസ്സിലേക്ക് ഇറങ്ങിത്തിരിക്കാനുള്ള കാരണം എന്താണ്, അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ എന്താണ്? ആക്ച്വലി ഫാദറിൻ്റെ ഒപ്പം തന്നെ ചെറുപ്രായത്തിൽ തന്നെ എന്താണ് ബിസിനസ്സിലേക്ക് ഇറങ്ങിയതുകൊണ്ട് ഒരു ജോലി എന്നുള്ള രീതിയിലേക്കുള്ള ഒരു കോൺസെപ്റ്റ് മൈൻഡിൽ വന്നിട്ടുണ്ടായിരുന്നു. ഫാദറിനപ്പോൾ എന്ത് ബിസിനസ് ആയിരുന്നു? ഫസ്റ്റ് ഞാൻ ഒരു 4ാം ക്ലാസ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ടൈമിലാണ് പോകുന്നത് ഫാദറിൻ്റെ ഒപ്പം. അന്ന് ഫ്രൂട്ട്സിൻ്റെ ഷോപ്പായിരുന്നു. പക്ഷെ അന്ന് ഏകദേശം 9-ലെത്തിയപ്പോൾ നമ്മളൊരു ഇലക്ട്രോണിക് ആൻഡ് ഫർണിച്ചർ ബിസിനസ്സിലേക്ക് മൂവ് ചെയ്തു. കാരണം അതിൽ നല്ല രീതിയിൽ ലോസ് വന്നതുകൊണ്ട് നാട്ടിൽ തന്നെയായിരുന്നു ബിസിനസ്. നാട്ടിൽ തന്നെ കാളികാവ് തന്നെയായിരുന്നു. പിന്നീട് ഞാൻ അതിൽ നിന്നായിരുന്നു ഡെവലപ്പ് ചെയ്ത് അവിടെ നിന്നാണ് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും അവിടുന്ന് ഡെവലപ്പ് ചെയ്ത് വരണം എന്നുള്ളൊരു ചിന്താഗതിയിൽ എത്തിയത്. അതിനുശേഷം നമ്മൾ ഹോൾസെയിൽ ചെറിയ ചെറിയ ബിസിനസ്സുകൾ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ക്ലോക്ക് കാര്യങ്ങളൊക്കെ തിരൂർ മാർക്കറ്റിൽ നിന്ന് എടുത്തുള്ള വണ്ടൂർ നിലമ്പൂരൊക്കെ ഏരിയകളിൽ ചെറിയ രീതിയിൽ സപ്ലൈ ചെയ്തിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 10ലൊക്കെ പഠിക്കുന്ന ടൈമാണ്. അതൊന്ന് എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പിന്നെ ഒരു മിക്സർ ഗ്രൈൻഡർ എന്നുള്ള ഒരു ബ്രാൻഡിലൊക്കെ ലാബിൽ ചെയ്തിട്ട് അതും മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ ഇഷ്യൂസൊക്കെ വന്നതിന് ശേഷം ഞാനൊരു ചെറിയൊരു കമ്പനിയായിട്ട് ഒരു LLP കമ്പനിയൊക്കെ ആയിട്ട് രജിസ്റ്റർ ചെയ്തു. പക്ഷേ അതിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ക്ഷണിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഒരു 10 CR-ഓളം വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. യെസ്. അപ്പോൾ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അല്ല, ഇതിന്റെ ഒരു കാര്യം ചോദിക്കട്ടെ, അപ്പൊ അൻഷിതിന്റെ പഠനം ഇതോടൊപ്പം തന്നെ അതെ. അപ്പോൾ ബിസിനസ് കാര്യങ്ങളൊക്കെ ആ ടൈമിൽ തന്നെ പല കോച്ചേഴ്സിനൊപ്പം ഒക്കെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കൂളുകൾ ചില ടൈമിൽ ഞാൻ മാറിയിട്ടുണ്ടായിരുന്നു. സ്കൂളുകൾ ഒരു ഈവനിങ് ശേഷം ക്ലോസ് ചെയ്യുന്ന സ്കൂളിലേക്കൊക്കെ മാറിയിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ബിസിനസിന്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പോകാൻ വേണ്ടിയിട്ട് ആ രീതിയിലേക്ക് +2 ഒക്കെ ഞാൻ അങ്ങനെ മാറിയിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 21 വയസ്സിൽ സംരംഭകനായി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, ഡിഗ്രി എന്താണെന്ന്. അപ്പോൾ ഡിഗ്രി എങ്ങനെയാണ് പഠിച്ചിരുന്നോ അതോ? ഞാൻ ജസ്റ്റ് +2 വരെയാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഡിഗ്രി പോകുന്നത് ഇപ്പോൾ ഫ്രണ്ട് സർക്കിളിൽ അറിയുന്നതും ഉള്ള ആൾക്കാരൊക്കെ പറയുന്നതും കണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അതിന് എനിക്ക് വലിയ താല്പര്യമല്ല. കാരണം അതൊരു 3 years മാത്രമാണ് ലൈഫുള്ളൂ. പക്ഷേ ആ 3 years നല്ല രീതിയിൽ ആ ഒരു ടൈമിലൊക്കെ നല്ല രീതിയിൽ സ്ട്രഗിളിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ടൈം ആയതുകൊണ്ട്, കാരണം ഇപ്പോൾ അവർ സ്ട്രഗിളിലാണെങ്കിലും ഇപ്പോൾ കറണ്ട്ലി നമുക്ക് എന്താണ് ആ ഒരു ടൈം മാറിയപ്പോൾ നല്ല രീതിയിലേക്കുള്ള ഒരു മെച്ചപ്പെട്ട ഒരു ലൈഫിലേക്ക് നമ്മൾ ചെറിയ രീതിയിലെങ്കിലും സ്റ്റെപ്പ് വെക്കാൻ പറ്റിയിട്ടുണ്ട്. അതായത് നോർമലി ഒരു +2 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഗ്രിയിലേക്ക് പോകാന്ന് പറയുമ്പോൾ പല യുവാക്കളുടെയും യുവതികളുടെയും ആഗ്രഹം എന്ന് പറഞ്ഞാൽ കോളേജ് ലൈഫ് അടിച്ചു പൊളിക്കണം എന്നൊക്കെ ആയിരിക്കും അല്ലേ? പക്ഷെ ആ ഒരു ആഗ്രഹം മാറ്റി വെച്ചുകൊണ്ട് ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാകുന്ന അടുത്ത വെല്ലുവിളി എന്ന് പറയുന്നത് കുടുംബമായിരിക്കും. അപ്പോൾ കുടുംബം അതിന് സപ്പോർട്ട് ചെയ്തു ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിത്തിരിക്കുക, അല്ലെങ്കിൽ മോൻ ഡിഗ്രി പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് അവർക്കൊരു ട്രസ്റ്റ് വരണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കാരണം? ഉമ്മാക്കായിരുന്നു ഭയങ്കരമായിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു, ഡിഗ്രി പോകണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ മുന്നേ കൺവിൻസ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടെങ്കിലും ഞാൻ അതിൽ നിന്ന് വിട്ടു നിന്നിട്ടുണ്ടായിരുന്നില്ല. അവരോ കൺവിൻസ് ചെയ്തെടുത്തു, ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് പോയി. അപ്പോഴും ഫെയിലാണ്. ഏകദേശം 4 വർഷത്തോളം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടില്ല. സത്യത്തിൽ ലോസിൽ തന്നെയായിരുന്നു റൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ടോട്ടലെക്സ് എന്നുള്ള ഫേമാണ് നമ്മൾ റെഡിക്ക് കമ്പനി നല്ല രീതിയിൽ ഗ്രോ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ആ ടോട്ടലെക്സ് എന്നുള്ള ഫേമിലേക്ക് എത്തിയപ്പോൾ, ഈ സോഫ്റ്റ്വെയർ ഫീൽഡിലേക്ക് എത്തിയപ്പോഴാണ് അത്യാവശ്യം ഗ്രോ ചെയ്ത് നമ്മൾ വന്നത്. ഈ ഫ്രൂട്ട് ഷോപ്പ് വാപ്പ നടത്തിയിരുന്നു, അവിടെയാണ് ആദ്യം പോയിരുന്നത്. അപ്പോൾ ആ ഫ്രൂട്ട് ഷോപ്പിൽ അന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആപ്പ് ഒന്നും ഉണ്ടായിട്ടുണ്ടാവാൻ സാധ്യതയില്ല അല്ലേ? അപ്പോൾ അങ്ങനത്തെ ആ ഒരു സ്റ്റേജിൽ നിന്നും ഈ ആപ്പിലേക്ക് എങ്ങനെയാണ് അൻഷിത് എത്തിയത്? ആക്ച്വലി അത് 9th പഠിക്കുന്ന ടൈമിൽ ഈ ഒരു ഷോപ്പ് നിർത്തി. കാരണം ഒരു 10 ലക്ഷത്തിൻ്റെ അടുത്തോളം ഫാദറിന് ലോസ് വന്നിട്ടുണ്ടായിരുന്നു അതിൽ. അപ്പോൾ ലോണൊക്കെ എടുത്തതിന് ശേഷം ഫാദർ ഇലക്ട്രോണിക് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയിലേക്ക് പെട്ടെന്ന് സ്വിച്ച് ചെയ്തു. അമ്മമാരൊക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നു ഫാദറിന്, അതുകൊണ്ടാണ് സ്വിച്ച് ചെയ്യാൻ പറ്റിയത്. നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട്. അപ്പോൾ ആ ഒരു ഫീൽഡിൽ നിന്നുകൊണ്ട് തന്നെ ഈ ഒരു കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ ഹോൾസെയിൽ, കാരണം ആ ഷോപ്പിലേക്ക് പല ആൾക്കാർ ഹോൾസെയിലായിട്ട് പ്രൊഡക്ട്സ് തരാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ നമുക്കൊരു ഹോൾസെയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു രീതിയിൽ എത്തിയപ്പോഴാണ് ചെറിയ ഫണ്ടിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് വെച്ചിട്ട് തിരൂർ മാർക്കറ്റിലേക്ക് ഒറ്റയ്ക്ക് പോയി. അന്ന് ലോങ് എന്നൊക്കെ പറഞ്ഞാൽ അന്നൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. ഒറ്റയ്ക്ക് പോയപ്പോൾ ഞാൻ വീട്ടിൽ പറയാതെ പോയത്. അത് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഉമ്മാക്ക് ഭയങ്കരമായിട്ട്. കാരണം വീട്ടിൽ നിന്ന് അങ്ങനെ പുറത്ത് ആ ടൈമിലൊന്നും അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് ലോങ് ആണ്, ഒരു ബസ്സിന് കയറി കുറച്ച് ലോങ് പോകേണ്ടി 70 kilometers പോകേണ്ടിണ്ടായിരുന്നു. അപ്പോൾ ബിസിനസ് എന്നുള്ള ഒരു ആശയം മനസ്സിൽ കിടന്നിങ്ങനെ നിൽക്കുന്നതുകൊണ്ടായിരുന്നു തോന്നുന്നു എന്താ ചെയ്യാന്നുള്ളത് ചിന്തിച്ചിട്ടായിരിക്കും ഒറ്റയ്ക്ക് പോകാനുള്ള റിസ്ക് ഏറ്റെടുത്തത്. അതെ. പിന്നീട് അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചു. അവിടെ എത്തിയപ്പോൾ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം
ഞാൻ ആ റൂട്ട് ഏതാണ് ഏരിയ ആണ് ഹോൾസെയിൽ ഏരിയ എന്നൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഒരാൾ എന്നെ ആ ഒരു ഹെൽപ്പ് ചെയ്തിട്ട് ഇന്ന ഏരിയ ആണ് ഇതിനെക്കുറിച്ച് പറഞ്ഞു തന്നു. അവിടെ കുറേ ആൾക്കാരെ പരിചയം വെച്ചിട്ട് ഞാൻ വീണ്ടും തിരിച്ചു വന്നു വീട്ടിലേക്ക്. പിറ്റേ ദിവസം തന്നെ ഫ്രണ്ടിനെയും കൂട്ടിയിട്ട് ഞാൻ പോയി. പിന്നെ അവിടുന്ന് പ്രൊഡക്ട്സ് എടുത്തു. ക്ലോക്ക് ആയിരുന്നു ചെയ്തിട്ടുണ്ട്. ഒരു ഫാൻസി ടൈപ്പ് ഓഫ് ക്ലോക്കുകളൊക്കെ എടുത്തിട്ട് ഓരോ ഷോപ്പിലേക്ക് സംസാരിച്ച് കാര്യങ്ങൾ കൺവിൻസ് ചെയ്തിട്ട് എത്തിച്ചു കൊടുക്കാന്നുള്ള രീതിയിലായിരുന്നു. ഈ കൊറോണ വന്നപ്പോൾ ബാക്ക് ചെയ്തപ്പോഴാണ് പിന്നെ ചിന്തിച്ചപ്പോഴാണ് നമുക്ക് ഒരു ഡെലിവറി ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതിന് ചെറിയ രീതിയിൽ ഇത് ഈ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ഒരു ഓപ്ഷൻ ഡ്രോപ്പ് ഔട്ട് ചെയ്തു അല്ലേ? അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ആപ്പിലേക്ക് വരുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് അതിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പുറത്തുള്ള നമുക്ക് കുറച്ചൊക്കെ അറിയുന്ന ഒരാളായിട്ട് കണക്ട് ചെയ്ത്, ഫണ്ടിനും കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എടുത്തുള്ള ഒരു ടീമിനായിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ അവർ ചെയ്തു തരാമെന്നുള്ള രീതിയിൽ പറഞ്ഞു. മൾട്ടിപ്പിൾ ആൾക്കാർ ചോയ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അഫോർഡബിൾ ആയിട്ട് ചെയ്തു തരാമെന്നുള്ള രീതിയിൽ വന്നതായിരുന്നു. പക്ഷെ അവർ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യായിരുന്നു, അത് നമുക്ക് അറിയില്ലായിരുന്നു. അത് ചെയ്ത് വന്നപ്പോൾ ഫുള്ളി ബഗ്ഗായിരുന്നു. ഞാൻ അവർക്കൊരു എമൗണ്ട് കൊടുത്തിട്ടുണ്ട്, പ്ലസ് അവരെ പറഞ്ഞിട്ട് ഇന്ന ടൈമിൽ തരാമെന്ന് പറഞ്ഞ് കുറേ മാർക്കറ്റിംഗ് ആ ടൈമിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ടോട്ടലി ഒരു 12 lakhs അടുത്തോളം നമുക്ക് അതിൽ ലോസ് വന്നു. ബഗ് വന്നതുകൊണ്ട് മാത്രമാണ് ഇത്രയും ലോസ് വന്നത്? അതെ, കാരണം മാർക്കറ്റിങ്ങിനും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് ടൈമിൽ ഇത് നമുക്ക് ഡെലിവറി ചെയ്യുമ്പോഴാണല്ലോ കറക്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ് മാർക്കറ്റിൽ നിന്ന് കിട്ടുള്ളൂ. ഈ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യുമ്പോൾ പലർക്കും ഉള്ളൊരു ബുദ്ധിമുട്ടാണ് അതിൽ ബഗ് വരിക എന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ബഗ്സ് വരുന്നത്? ഈ ബഗ്സിനെ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റാത്തത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് അൻഷിതിന്റെ ഒരു വ്യൂ. ക്ലിയർ ചെയ്യാൻ പറ്റാതെന്ന് വെച്ചാൽ കറക്റ്റായിട്ടുള്ള സ്ട്രക്ചർ ചെയ്യാതെ ചെയ്തുകൊണ്ടായിരിക്കാം മേ ബി. കാരണം ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് UI ഡിസൈന് കാര്യങ്ങൾ ഇതൊരു പ്ലാൻ ആയിട്ടാണ് നമ്മൾ ചെയ്തു പോകുന്നത്. എല്ലാം കംപ്ലീറ്റ്ലി ഇങ്ങനെ ആയിരിക്കും ആപ്ലിക്കേഷൻ എന്നുള്ളതൊക്കെ എല്ലാം കംപ്ലീറ്റ്ലി UI UX ഡിസൈൻ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ആകുമ്പോൾ ഔട്ട് എന്താണെന്നുള്ളത് മനസ്സിലാവും. ഇപ്പോൾ ഇവരെ സൈഡിൽ നോക്കുമ്പോൾ ഇവർ ലാസ്റ്റാണ് നമുക്ക് പ്രൊഡക്ട്സിനെ കാണിച്ചു തരുന്നത് ഇങ്ങനെയാണ് ഡിസൈനൊക്കെ വരുന്നത് എന്നുള്ളത്. കാരണം ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മൈൻഡിൽ ഉദ്ദേശിക്കുന്നതും ആസ് എ കസ്റ്റമർ ഉദ്ദേശിക്കുന്നതും വേറെ ആയിരിക്കും. അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് UI UX ഡിസൈൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് ഔട്ട് എന്താണെന്നുള്ളത് ക്ലയന്റിന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയൊന്നും അല്ലായിരുന്നു അവർ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് നമ്മളെ വിഷനും അവരുടെ വിഷനും തമ്മിലുള്ളൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ഇപ്പോൾ ഇവിടെ സോൾവ് ചെയ്തിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത്. ഡെവലപ്മെന്റിൽ ബഗ് വരുന്നത് സ്ട്രക്ചറില്ലായ്മ, അതുപോലെ തന്നെ ഫ്രഷേഴ്സിനെ കൊണ്ട് ചെയ്യുന്നത്, പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡെവലപ്മെന്റ് ഏരിയയിലേക്ക് വരാൻ കഴിയും. കാരണം ദിനം പ്രതി ഇതിൽ ബഗ്ഗുകൾ കാര്യങ്ങൾ വരുന്നതാണ്. ഇത് ഫിക്സ് ചെയ്യാനും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫിക്സ് ചെയ്യാനൊക്കെ ഉള്ള കഴിവുള്ള ആൾക്കാരാവണം ഡെവലപ്മെന്റിൽ വരുന്നത്. ഇപ്പോൾ ഒരു ആപ്പ് നമ്മൾ ഡിസൈൻ ചെയ്തു ഡെവലപ്പ് ചെയ്തിട്ട് അതിലൊരു ബഗ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ബഗ് വരാൻ ചാൻസ് ഉണ്ടോ? അല്ലെങ്കിൽ നമുക്കത് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് എന്തെങ്കിലും ഒരു പെർമനന്റ് സൊല്യൂഷൻ നമുക്ക് ആക്ച്വലി വരുന്നുണ്ടോ? അത് സ്ട്രക്ചർ ചെയ്യുന്ന ഇതിനനുസരിച്ചാണ്. ഇപ്പോൾ പല ആൾക്കാരും നമ്മളായിട്ട് വരാറുണ്ട്, വേറെ ടീമിനായിട്ട് ചെയ്തിട്ട് സ്ട്രക്ചർ ഇല്ലാത്തത് കൊണ്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. ചില ആൾക്കാർ സർവറിലൊക്കെ കുറച്ച് പേർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ആയിരിക്കും സ്ട്രക്ചർ ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ബൾക്ക് ആയിട്ടുള്ള ആൾക്കാർ വന്നാൽ പോലും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ബേസ്മെന്റ് ഒക്കെ ഫൗണ്ടേഷൻ ചെയ്ത് പോവാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഹ്യൂജ് പ്ലാനിലായിരിക്കും എല്ലാ ബിസിനസ്സുകാരും വരിക. ആ ഒരു മൊമെന്റ് തന്നെയാണ് കീപ്പപ്പ് ചെയ്ത് പോകുന്നത്. പിന്നെ ബഗ് വരാനുള്ള ചാൻസസ് എന്ന് പറയുന്നത് പല ആൾക്കാരും സ്ക്രാച്ച് നല്ല ബിൽഡ് ചെയ്യാം. ഇവർ ഔട്ട്സോഴ്സ് ചെയ്ത് ഏതെങ്കിലും പർച്ചേസ് ചെയ്തിട്ടോ ക്രാക്ക് ചെയ്തിട്ടോ അത് യൂസ് ചെയ്യും. അത് വേറൊരാൾ ഉണ്ടാക്കിയ കോഡ് ബേസ് ആണ്. അതൊരിക്കലും നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഫോർമാറ്റൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ടാവും. പർച്ചേസ് ചെയ്യുന്നില്ല ഡോക്യുമെന്റേഷൻ ഒക്കെ ഉണ്ടാവും. പക്ഷെ അത് വെച്ചിട്ടായിരിക്കും ഇവർ ചെയ്യുക. അൽഗോരിതം ഫ്ലോ ചാർട്ട് പോലത്തെ ഒരു സംഭവമാണോ ഉദ്ദേശിക്കുന്നത്? അതെ, കാരണം ഇതൊരു ഫ്ലോ ചാർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇന്നത് കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഒരു ഔട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിൽ. നാളെ ഒരു അപ്ഡേറ്റ് പറയുമ്പോൾ ഇവരെ കൊണ്ട് ചെയ്യാൻ കഴിയൂല. അങ്ങനത്തെ കുറെ പ്രശ്നം. കാരണം ഒരാൾ ചെയ്തൊരു കോഡ് ലാംഗ്വേജ് വേറെ ആൾക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ കമ്പനികൾക്ക് ആസ് എ കമ്പനി ആയിട്ട് ചെയ്യുമ്പോൾ അതൊരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലാണ് നമ്മളൊക്കെ ഫോളോ അപ്പ് ചെയ്ത് പോകുന്നത്. കാരണം അതല്ലെങ്കിൽ ഒരു ഫ്രീലാൻസേഴ്സിന് ഒരു കമ്പനി ഒരിക്കലും ഒരു പ്രൊഡക്ട്സ് കൊടുക്കൂല, അത് ചെയ്യാൻ കൊടുക്കൂല. കാരണം എന്താ വെച്ചാൽ ഫ്രീലാൻസേഴ്സ് നാളെ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ പോകും. കമ്പനീസ് അവിടെ തന്നെ നിലനിൽക്കും. കാരണം കമ്പനിക്ക് ഒരു ഫ്ലോ ഉണ്ടാവും. കാരണം എങ്ങനെയാണ് ഇത് ചെയ്ത് പോകേണ്ടത്, സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളെല്ലാം ഡെവലപ്പ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ആ ക്വാളിറ്റി 110% നമ്മൾ ഗ്യാരണ്ടിയോട് കൂടി തന്നെ കൊടുക്കുന്നുണ്ട്.